ഇന്ന് നമ്മൾ ഈ ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ഒരു സോപ്പ് പെട്ടിയാണ്. അതെല്ലാവരും വീട്ടിലും കാണുമല്ലോ. അപ്പോൾ ഒഴിവാക്കാൻ വെച്ചിരിക്കുന്ന സോപ്പ് പെട്ടി ഇനി ആരും ഒഴിവാക്കാൻ നിൽക്കണ്ട, നമുക്ക് ഇതുപോലെ അടിപൊളിയാക്കി എടുക്കാം. പിന്നെ ഞാനിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലിറ്റർ ഷീറ്റ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്ത് ഷീറ്റാണുള്ളത് ആ ഷീറ്റ് യൂസ് ചെയ്താൽ മതി. ഇനി ഫയൽ പേപ്പർ ആയാലും കുഴപ്പമില്ല, അത് അവിടെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പെയിന്റ് അടിച്ച് സെറ്റാക്കി എടുക്കാം. നമുക്കുള്ളതുകൊണ്ട് നമുക്ക് ഭംഗിയാക്കി എടുക്കാമെന്നാണ്. ഞാനിവിടെ കവർ ചെയ്യാൻ കട്ട് ചെയ്ത ഷീറ്റ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ കട്ട് ചെയ്തത് അടിഭാഗം വെച്ചിട്ടായിരുന്നു മെഷർമെന്റ് എടുത്തത്. അത് വെച്ചിട്ട് നമുക്ക് പ്രശ്നമില്ല. ആ ഒരു ഭാഗത്ത് നമ്മൾ അതേ മെഷർമെന്റിൽ കട്ട് ചെയ്ത് ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി, ഇതേപോലെ. ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലിറ്റർ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഗ്ലിറ്റർ ഷീറ്റിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓൾറെഡി ഗമ്മുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റ് ആട്ടോ. അതുകൊണ്ട് നല്ല സുഖമായി വേറെ ടാപ്പ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ബാഗിന്റെ സാദൃശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ ഒരു കേവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആർഭാടിക്കാണ് വേണ്ടിയത്. ആർഭാടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പണ്ടേ മോശമല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നും. ഇനി നമുക്ക് ഇതിനൊരു ബാഗ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിൽ ഹോൾ എടുത്തെടുത്തിട്ട് ഇതുപോലെ ഒരു ചെയിനോ അല്ലെങ്കിൽ നൂലോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് തൂക്കി കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാഗിന്റെ കംപ്ലീറ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ നമുക്ക് തരൂലേ? ഇനി ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കമന്റും കൂടെ തരാട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ഞാൻ പറയണ്ടല്ലോ, ചെയ്യൂലേ? അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.